പെരിയ ഇരട്ടക്കൊലക്കേസിലെ തുടരന്വേഷണം വേണമെന്ന് കൊല്ലപ്പെട്ട ശരത്ലാലിന്റെ കുടുംബം ഗൂഢാലോചനയിൽ പങ്കാളികളായവരെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ അന്വേഷണത്തിലൂടെ സാധിക്കൂ എന്ന് ശരത്ലാലിന്റെ പിതാവ് സത്യനാരായണൻ 24-നോട് പറഞ്ഞു. അതിസുരക്ഷാ ജയിലിലേക്ക് ഇവരെ കൊണ്ടുവന്നു. ഇവർക്ക് വല്ലാണ്ടുള്ള സൗകര്യങ്ങളാണ് ഇവർ സർക്കാർ ചെയ്തു കൊടുത്തിട്ടുള്ളത്. സെൻട്രൽ ജയിൽ, കണ്ണൂർ സെൻട്രൽ ജയിലിൽ അവർക്ക് പരമസുഖമാണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പെരിയ കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാലിനെയും കൃപേഷിനെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്ക് കൂട്ടപ്പരോൾ ലഭിച്ചതിന് പിന്നാലെയാണ് കുടുംബത്തിന്റെ പ്രതികരണം. കേസിൽ CBI കോടതി പ്രതികളെ കുറ്റക്കാരെന്ന് കണ്ട് ഇരട്ട ജീവപര്യന്തം ശിക്ഷിച്ചപ്പോഴും ഗൂഢാലോചനയിൽ കണ്ണികളായവർ പുറത്താണ്. അവരെ കൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പുനരന്വേഷണത്തിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് കുടുംബം പറയുന്നു. 10 പേര് ഇപ്പോൾ പുറത്ത് വിചാരണ കഴിഞ്ഞ് വെറുതെ വിട്ടിട്ടുണ്ട്. അവർക്ക് ഇതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലെ ഒരു തുടരന്വേഷണം, ഇതിൻ്റെ ബാക്കി ഒരു അന്വേഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് സർക്കാരിനെ സമീപിക്കാനുണ്ട്. ആവശ്യങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രി VD സതീശനെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെയും നേരിട്ട് കാണാനാണ് കുടുംബത്തിന്റെ തീരുമാനം. കണ്ണൂർ സെൻട്രൽ ജയിലിൽ സുഖവാസം അനുഭവിക്കുന്ന പ്രതികളെ വിയ്യൂരിലെ അതിസുരക്ഷാ ജയിലിലേക്ക് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കും. നേരത്തെ ഈ കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന സൂചന ഉണ്ടായിരുന്നു. CBI അന്വേഷണം പ്രോസിക്യൂഷൻ എതിർത്ത പോലെ ഇക്കാര്യത്തിലും LDF സർക്കാർ മുന്നോട്ടു പോകുമെന്ന് ആശങ്കയുണ്ടായതിനാൽ കോടതിയെ സമീപിച്ചില്ല. UDF സർക്കാർ അധികാരത്തിൽ വന്നതോടെ തങ്ങളുടെ പ്രയാസം മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മനസ്സിലാക്കുമെന്ന് കുടുംബം പ്രത്യാശിക്കുന്നു. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.